മാങ്ങ എടുത്ത് നേരെ പുട്ടുകുറ്റിയിലൊന്ന് ഇട്ട് നോക്കൂ. അതിശയിക്കും രുചിയിൽ നല്ല അടിപൊളി സ്വാദൂറും നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പുട്ടിൻ്റെ കൂടെ നമുക്ക് കറിയോ പഞ്ചസാരയോ ഒന്നും തന്നെ വേണ്ട. ഈ ഒരു പുട്ട് ഇതുപോലെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ അതാ മാങ്ങയൊക്കെ പഴുത്ത് തുടങ്ങിയല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ മാങ്ങ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് നല്ല പഴുത്ത മാങ്ങ നോക്കി നമുക്ക് 2 എണ്ണം എടുക്കാം കേട്ടോ. പുറമേ ഇങ്ങനെ കേടാണെങ്കിലും ഉൾഭാഗം നല്ല അടിപൊളിയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുട്ടിൽ നമുക്ക് പഞ്ചസാരയുടെയും ആവശ്യമില്ല. ആ ഒരു മാങ്ങയുടെ മധുരം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിത് അവിടെ 2 നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് ചെത്തിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മാങ്ങയുടെ കാമ്പ് മുഴുവനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ അങ്ങ് എടുത്താൽ മതി. അപ്പം അതിന് മുന്നേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാങ്ങയുടെ ഉൾവശം ഒന്ന് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് ഇങ്ങ് കോരി മാറ്റിയാൽ മതി. മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ആരെങ്കിലും സോഫ്റ്റ് പുട്ട് റെഡിയാക്കിയിട്ടുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതിലേറെ സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. പിന്നെ വലിയൊരു പണിയൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആവട്ടെ. അപ്പോൾ ഇതാ മാങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ പൾപ്പ് മുഴുവനായിട്ട് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൾപ്പ് മിക്സിൻ്റെ ജാറിൽ ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി ഇങ്ങനെ അടിച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം നമ്മളിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ നല്ല രീതിയിൽ തന്നെ മാങ്ങ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. അപ്പോൾ ദാ പേസ്റ്റ് മുഴുവൻ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പാച്ചുലയോ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സിയിലുള്ളത് മുഴുവൻ ഇതിലോട്ട് ഇങ്ങനെ നന്നായിട്ട് വടിച്ചിട്ട് തന്നെ എടുക്കാം. മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പൾപ്പിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മളിന്ന് പുട്ടാണല്ലോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടിന് നമ്മൾ വെള്ളം ഇങ്ങനെ ഉതിർത്തെടുക്കാറുണ്ടല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു മാങ്ങ പൾപ്പ് വെച്ചിട്ടാണ് പുട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഉതിർത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ മാങ്ങ പൾപ്പിലോട്ട് ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, ഒത്തിരി വേണ്ട, ഒരു നുള്ളു മതി. ഈ ഒരു പുട്ട് ഉപ്പിലേറെ നമുക്കറിയാം മധുരമായിരിക്കും അല്ലേ. ഒത്തിരി ഉപ്പിട്ടിട്ട് കൊളാക്കി എടുക്കേണ്ട, ഒരു ഇച്ചിരി ഉപ്പ് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ 1 കപ്പ് മാങ്ങ എടുത്തത് അല്ലേ, അതേ കപ്പിൽ തന്നെ 1 കപ്പ് പുട്ടിൻ്റെ പൊടി നമുക്കെടുക്കാം. അതിൽ നിന്നും മുഴുവനായിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട. ഓരോ പൊടിയും വ്യത്യസ്തമായിരിക്കും. ചില പൊടികൾക്ക് ഒത്തിരി വെള്ളം വേണ്ടി വരും. കുറേശ്ശെ ഒന്ന് ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 ചേർത്തിരുന്നു. ഇതാ ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഇതിന്ന് കുറച്ചുകൂടി നമുക്കൊന്ന് ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ പൊടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇത് കാണുമ്പോൾ നിങ്ങൾ കയ്യിലും കൊളായിപ്പോയല്ലോ എന്ന് കരുതിയിട്ട് ആരും ബേജാറാവണ്ട. നമുക്കൊരു കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു പൊടിയൊക്കെ മാമ്പഴത്തിൻ്റെ ആ ഒരു പൾപ്പിലൊക്കെ കിടന്നിട്ട് പൾപ്പെല്ലാം കുടിച്ചിട്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി സമയം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം തുറക്കുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് നമ്മൾ പുട്ടിൻ്റെ പൊടിയുടെ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് സമയം അടച്ച് വെക്കുക. നമ്മൾ ആ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുന്ന ആ ഒരു സമയം മതി. ആ ഒരു സമയമ്പോഴേക്കും എന്താ നമ്മളെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് പുട്ടുപൊടി റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ പുട്ട് ചുടുന്നത് പോലെ തന്നെ നമുക്ക് പുട്ടുകുറ്റിയിൽ ഇതൊന്ന് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള പുട്ടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കണ്ട. ചില ദിവസം രാവിലെ നമുക്ക് മടിയായിരിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട്. ചെറിയ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പറും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. ഇനിയിപ്പോൾ അതിനായിട്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട ക്ഷീണം വരാനായിട്ട്. ഇപ്പം തന്നെ നാളെ തന്നെ
മാങ്ങയ്ക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്തോളൂ കേട്ടോ. എവിടെയും ഫ്ലോപ്പ് ആവില്ല, നല്ല സൂപ്പർ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ മാങ്ങ വെച്ചിട്ട് ആരെങ്കിലും പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ? അപ്പോൾ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പം അത്യാവശ്യത്തിന് തേങ്ങയും കൂടെ പൊടി ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്, ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ പുട്ട് വേവുന്ന അതേ സമയം തന്നെ ഇതിനും വരുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ആവി കയറും. ആ ആവി കയറി വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ ആ മാങ്ങയുടെ സ്മെല്ല് സൂപ്പറാണ് കേട്ടോ. ഇതുപോലെ തേങ്ങയും പുട്ടൊക്കെ ചേർത്തിട്ട് അത്യാവശ്യം കൂടുതൽ തന്നെ തേങ്ങ ഇട്ടോളൂ കേട്ടോ. ഏത് പുട്ട് ചൂടുകയാണെങ്കിലും തേങ്ങ കൂടുതൽ പുട്ടിൽ ചേർക്കുമ്പോൾ നല്ല രുചിയാണല്ലേ. നന്നായിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കുറച്ചുകൂടി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യട്ടെ. നന്നായിട്ട് അമർത്തിയല്ല, പതുക്കെ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് നേരെ പുട്ടുകുറ്റീൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുറ്റിയിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കുറ്റി വെക്കുമ്പോഴേക്കും തന്നെ ആവി കയറാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, പെട്ടെന്ന് തന്നെ ആവി വരുന്നുണ്ട് കേട്ടോ. ആവി വന്ന് തുടങ്ങി. ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലും അതിലുപരി ടേസ്റ്റും. അപ്പോൾ അതാ നമ്മളിത് എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ആ പുട്ട് വേവിക്കുന്ന അത്ര സമയം തന്നെ മതി മാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു പുട്ടും വേവിക്കാനായിട്ട്. അപ്പോൾ അതാ ഒന്നാമത്തെ കുറ്റി ഇവിടെ റെഡിയായി. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കാണിച്ചു തരാം. ആ ഒരു സമയം കൊണ്ട് ബാക്കി പുട്ടൊക്കെ നമുക്കിതാ ഇതുപോലെ പെട്ടെന്ന് ചുട്ടെടുക്കാം. അതിൻ്റെ ഒരു കളറ് കണ്ടല്ലോ. മാങ്ങ നല്ല കളറുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ പുട്ടും അത്യാവശ്യം നല്ല കളറുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലുള്ളതായാലും കുഴപ്പമില്ല. രണ്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്തോളൂ. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനൊന്നും ബാലൻസ് ഉണ്ടാവില്ലല്ലേ. ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ മാവും മാങ്ങയും ഒക്കെ വേണം. അപ്പം നമുക്ക് കിട്ടിയത് 3 കുറ്റി പുട്ടാണ് കേട്ടോ. നല്ല ആവി പറക്കുന്നത്, നല്ല അടിപൊളി സ്മെല്ല്, സോഫ്റ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള പുട്ട്. അപ്പം കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അവർ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് തന്നെ കഴിച്ചോളും. പിന്നെ അത് കഴിക്കേണ്ട ചെറിയൊരു രീതി കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം പുട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ സാധാരണ പുട്ടും പഴമൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ടല്ലേ. അതുപോലെ മാങ്ങ വെച്ചിട്ടുള്ള പുട്ടിൽ മാങ്ങ നന്നായിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം പുട്ടും എടുത്തിട്ട് ആ ഒരു മാങ്ങ അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ അതിൻ്റെ ലെവൽ അത് വേറെയാണ് കേട്ടോ. കഴിച്ചവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം രുചിയാണ് അതിനെന്ന്. ഇപ്പം തന്നെ ഞാനങ്ങനെ വേറെയായിട്ട് കഴിച്ചപ്പോഴേനും നല്ല അത്യാവശ്യം മധുരമുണ്ട്. അതുപോലെ മാങ്ങ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പുട്ടിലങ്ങോട്ട് കുഴച്ചിട്ട് നമ്മൾ പഴം കഴിക്കുന്ന പോലെ കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കുന്നേ. അപ്പം മാങ്ങയുടെയൊക്കെ സീസണാണ്. തീർച്ചയായിട്ടും ഇതുപോലൊരു റെസിപ്പി നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. മാങ്ങയുള്ളവരൊക്കെ, ഒത്തിരി മാങ്ങയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നല്ല അടിപൊളി റെസിപ്പീസുകളൊക്കെ ചെയ്യട്ടെ. നമ്മൾ തന്നെ നമ്മുടെ ചാനൽ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ വെറൈറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. മാങ്ങ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ മാങ്ങ കൊണ്ടുള്ള പുട്ട് എന്ന് പറയുന്നത് പഞ്ചസാര വേണ്ട, കറി വേണ്ട, ഒന്നും വേണ്ട. മാങ്ങ വെച്ചാൽ തന്നെ, മാങ്ങ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷനൊക്കെ നെക്കിക്കൊടുത്താൽ ഞാൻ അതുപോലെയുള്ള വലിയൊരു ചിലവൊന്നുമില്ലാത്ത കുഞ്ഞു വീഡിയോകളോടൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.